ഹലോ ഹലോ. എടോ മോട്ടു, എല്ലാവരോടും താനാ ഗുഡ് ന്യൂസ് എന്ന് പറയേ. ഗുഡ് ന്യൂസിനേക്കാൾ വലിയ സൂപ്പർ ന്യൂസ് അല്ലേ പറയാൻ പോന്നേ. ഇപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ ടിവിയിൽ മാത്രമല്ല ജിയോ ഹോട്ട്സ്റ്റാറിലും കാണാൻ പറ്റുമെന്നേ. ഇതിലുണ്ട് അൺലിമിറ്റഡ് ടൂൾസിന്റെ ഉത്സവം, പ്രീമിയം എന്റർടൈൻമെന്റ്, കൂടാതെ ലൈവ് സ്പോർട്സ്. ജിയോ ഹോട്ട്സ്റ്റാർ, ദ വേൾഡ് ഓഫ് ഇൻഫിനിറ്റ് പോസിബിലിറ്റീസ്. വേഗം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേക്കാം. ഇന്ന് മിലിയെ എന്റെ ആക്രോബാറ്റിക്സ് കാണിച്ച് ഇംപ്രസ് ചെയ്യണ്ടേ. ചേട്ടാ, സോസ് എടുത്തുകൊണ്ടുവരാൻ മറന്നുപോയല്ലോ. ജ്യൂസ് കുടിച്ചാൽ ആരോഗ്യത്തിന് നല്ലതാണ്. ആരോഗ്യം നന്നായിരുന്നാൽ മിലിയെ പെട്ടെന്ന് ഇംപ്രസ് ചെയ്യാം. ചേട്ടാ, ഇത് കൊള്ളാലോ. ജ്യൂസിന്റെ കൂടെ സമൂസ ഫ്രീ ആണെന്നോ? ഇത് അടിപൊളിയാണല്ലോ. കൊള്ളാം, അടിപൊളി സമൂസ. നീ എന്റെ പ്ലേറ്റിൽ നിന്ന് എന്റെ സമൂസ അടിച്ചു മാറ്റിയല്ലേ? ഞാൻ നിന്നെ പോലെ മോഷ്ടിച്ച് കഴിക്കുന്നവനൊന്നും അല്ല. നിന്റെ പ്ലേറ്റിൽ നിന്ന് സമൂസ ഞാൻ മോഷ്ടിച്ചിട്ടില്ല. നീ എന്താ ഇങ്ങനെ മാധവ? ഇവിടുന്ന് പോയിക്കോ, എനിക്ക് ജ്യൂസ് കുടിക്കണം. എന്റെ ജ്യൂസ് അത് നീ അല്ല അടിച്ചു മാറ്റിയത്. സൂപ്പർ ഗോപു, ഇൻസൾട്ട്, വലിയ ഇൻസൾട്ട് ആണ് ഗോപു. എന്റെ സമൂസ അടിച്ചു മാറ്റിയതുമില്ലാതെ എന്നെ കുറ്റം പറയുന്നു. എന്റെ ഫോൺ. അടിച്ചു മാറ്റിയത് നീ എന്റെ ബ്രെഡ് പൊക്കോട് അടിച്ചു മാറ്റിയല്ലേ? ഇന്ന് കുട്ടികൾ ആരും ഒന്നും ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അത് കൊള്ളാം. ആരെങ്കിലും ആഹാരം അല്പം കഴിച്ചാൽ ഇപ്പൊ എന്താ സംഭവിക്കാൻ പോകുന്നത്? ആരാ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് അടിച്ചു മാറ്റിയത്? എന്റെ പ്ലേറ്റ് ആരാ ഇതുപോലെ കാലിയാക്കിയത്? ഹായ് മിലി, എന്റെ ആക്രോബാറ്റിക്സ് കാണുന്നോ? ഗോപാലിന്റെ വീട്ടേക്ക് നീ എന്റെ ആക്രോബാറ്റിക്സ് കണ്ടായിരുന്നോ? ഓ മാധവ്, നിനക്ക് ആക്രോബാറ്റിക് ഒക്കെ ചെയ്യാൻ അറിയോ? അതെ, എനിക്കത് വളരെ നിസ്സാരമായ ഒരു കാര്യമാണ്. നിസ്സാരം. ഇപ്പൊ കാണിച്ചു തരാം. മാധവ്, ജോക്കറിനെ പോലെ ഇങ്ങനെ ചാടിക്കളിക്കുന്നതിന് ആക്രോബാറ്റിക്സ് എന്നൊന്നും പറയരുത്. മിലി, ഇപ്പൊ ഞാൻ നിനക്ക് ഒറിജിനൽ ആക്രോബാറ്റിക്സ് എന്താന്ന് കാണിച്ചു തരാം. നിങ്ങൾക്ക് രണ്ടുപേർക്കും സംസാരിക്കാൻ മാത്രമേ അറിയൂ. ഇത്തരത്തിൽ ആക്രോബാറ്റിക്സ് ചെയ്യാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഇതാണ് ശരിക്കുള്ള ആക്രോബാറ്റിക്സ്. ദേ കണ്ടോ, കൊരങ്ങൻ കാണിക്കുന്ന അഭ്യാസങ്ങൾ കണ്ടോ? ഇവനാരാ, പുതിയ സ്റ്റുഡന്റ് ആണോ? അവൻ മങ്കിയെ പോലെ ചാടി കളിക്കുകയാണെങ്കിൽ അവൻ സ്റ്റുഡന്റ് അല്ല, ഏതാണ്ട് മങ്കിയാണെന്ന് തോന്നുന്നത്. മിലി, അവൻ സ്റ്റുഡന്റ് അല്ല, ശരിക്കും അവനൊരു മങ്കിയാണ്. മങ്കി അവനല്ല, നിങ്ങൾ രണ്ടാളും ആണ് മങ്കീസ്. എന്റെ ആക്രോബാറ്റ്. ഇത് ശരിക്കുള്ള മങ്കിയാണല്ലോ. ഗോപാൽ, മാധവ്, എന്നെ രക്ഷിക്കേ. മിലി, ഡോണ്ട് വറി. മങ്കിനെ പേടിപ്പിക്കാൻ എനിക്ക് നല്ലപോലെ അറിയാവുന്നതാണ്.
മങ്കിക്ക് പോലും മനസ്സിലായി. നീ ശരിക്കും ഒരു ചൊറി തവളയാന്ന് മനസ്സിലായി. എന്നാ പിന്നെ നിനക്ക് ആ മങ്കിയെ ഓടിപ്പിച്ചൂടെ? മങ്കി കണ്ടോ, ഞാനിതെന്നാ കൊണ്ടുവന്നിരിക്കുന്നു നോക്കിയേ. നിന്റെ ഫേവറേറ്റ് ഫുഡ്. യമ്മി യമ്മി യമ്മി. എന്നാ പിടിച്ചോ, കഴിച്ചോ. ആ മങ്കിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ട് ഏതാണ് ശരിക്കുള്ള ഡസ്റ്റ്ബിൻ എന്ന്. നിങ്ങൾ രണ്ടാളും വഴക്കിടുന്നത് നിർത്ത്. ആ മങ്കിയെ ഓടിക്കേ. ഞാനത് നോക്കട്ടെ. ഇന്ന് സാറിന്റെ ടിഫിൻ ബോക്സിന്റെ അകത്ത് എന്താണെന്ന് നോക്കട്ടെ. എന്തൊരു മണമാണിത്, അടിപൊളി. ഇത് ഇതിനകത്ത് എന്തോ സ്പെഷ്യൽ ആയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കൊള്ളാമോ? പോടാ, പോടാ, കള്ളപ്പരങ്ങ. ഓടിക്കോ, ഓടാ. കണ്ടോ, ഞാൻ പറഞ്ഞപ്പോ തന്നെ മങ്കി ഇവിടുന്ന് ഓടിപ്പോയത് കണ്ടില്ലേ? അല്ല അല്ല, ആ കുരങ്ങൻ എന്നെ കണ്ട് പേടിച്ചാ ഓടിയത്. മങ്കി ഓടിപ്പോയത് കൊണ്ട് നിങ്ങൾ എന്താ സിംഹമായോ? നിങ്ങൾ രണ്ടാളും നമ്പർ 1 പേടിത്തൊണ്ടന്മാരാ. ഇത് കൊള്ളാം. ഇത് ശരിക്കും ഗുലാബ് ജാമുൻ ആണല്ലോ. ഇനി ഗുലാബ് ജാമുനും എനിക്കും നിനക്കും നടുക്ക് ആർക്കും വരാനാവില്ല. ചേടാ, ഗുലാബ് ജാമുൻ എങ്ങനെയാണ് പെട്ടെന്ന് കാണാതെ ആയത്? നിക്കടാ, ഞാൻ സാറിന്റെ ബോക്സിൽ നിന്നാണ് ഗുലാബ് ജാമുൻ അടിച്ചു മാറ്റിയത്. നീ ഇത് എന്റെ കയ്യിൽ നിന്ന് അടിച്ചു മാറ്റിയല്ലേ? ഈ കള്ളന് കഞ്ഞി വെച്ച കള്ളനാണെന്നാണ് തോന്നുന്നത്. മങ്കേ, നിക്കവിടെ. എടാ, അതേതായാലും നന്നായി പപ്പി. നിനക്കിത് എങ്ങനെ അറിയാം? എനിക്ക് തലവേദനയാണെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? ആഹാഹാഹാ. നീ ഇപ്പൊ വളരെ നന്നായി മാലിഷ് ചെയ്യുന്നുണ്ട്. കൊള്ളാം. ചേടാ പപ്പി, ഒന്ന് പതുക്കെ മാസേജ് ചെയ്യേ. ഇതെന്റെ തലയാണ്, തബലയൊന്നുമല്ല. സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. സാർ, അപ്പോ പപ്പി ഇവിടെയാണെങ്കിൽ എന്റെ തലയ്ക്ക് മാലിഷ് ചെയ്യുന്നത് ആരാണ്? ചേടാ മങ്കി. മമ്മി. പപ്പി, ആ മങ്കി എന്റെ കണ്ണട എടുത്തോണ്ട് പോയിരിക്കുക. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. വേഗം ചെന്ന് അവനെ പിടിക്കേ. വേഗം പോ. സാറേ, നിങ്ങൾ വിഷമിക്കണ്ട. ഞാൻ അവനെ വെറുതെ വിടില്ല. എന്റെ കയ്യിൽ നീ ഓടി രക്ഷപ്പെടാൻ പറ്റില്ലടാ. പപ്പിയോടാണല്ലോടാ നിന്റെ കളി. ഇപ്പൊ നിനക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു തരാടാ. എടാ കള്ള കുരങ്ങ, എങ്ങോട്ടാടാ ഓടുന്നത്? അവിടെ നിക്ക. ഇത് അതിനെ പിടിക്കാതെ വിടില്ല. എടാ, സ്റ്റൂൾ അവിടെ പോയി. അത് നല്ലൊരു ഐഡിയ ആണല്ലോ. സ്റ്റൂൾ ഇല്ലെങ്കിൽ എന്താ, ചേറുണ്ടല്ലോ. നിന്നെ ഞാൻ പിടിച്ചടാ. എന്നെ തള്ളിയിട്ടു അല്ലേ? ചേടാ പപ്പി, നീ എവിടെയാ? എന്താ നിനക്ക് പറ്റിയത്? ആ മങ്കി എവിടെ? ചേടാ, എനിക്കൊന്നും തെളിച്ച് കാണാൻ പറ്റുന്നില്ലല്ലോ. ആ മങ്കി എങ്ങോട്ടാ പോയത്? ദേ നിൽക്കുന്നു ആ മങ്കി. നിന്നെ ഞാൻ വെറുതെ വിടില്ല. എന്റെ കണ്ണട ഇങ്ങോട്ട് താ. ഇങ്ങോട്ട് താടാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല. നിക്കടാ അവിടെ. എന്റെ കണ്ണട താടാ. എന്റെ കണ്ണട തരാൻ. നിന്നെ ഞാൻ വെറുതെ വിടില്ല മങ്കി. തരാനാ പറഞ്ഞത്. ഇത് ഞാനാണ് സാർ, പപ്പി. ആ മങ്കി പോലെ ഓഫീസിൽ ഒരു സാധനം തട്ടിപ്പൊട്ടിച്ചിട്ടില്ല. പക്ഷെ പ്രിൻസിപ്പൽ സാർ എല്ലാം തകർപ്പണമാക്കിയിരിക്കാണ്. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാം? പപ്പി, നീ ഒരു ജോലി പോലും ശരിക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ എന്റെ ബ്രില്യൻ സ്റ്റുഡൻസ് ഗോപാലനും മാധവനും ആ മങ്കിയിൽ നിന്നും കണ്ണട തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. സാർ, മാധവനുള്ളപ്പോ നിങ്ങൾ ഒന്നുകൊണ്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. നോട്ട് അറ്റ് ഓൾ. ഒരു 8 സെക്കൻഡ് കൊണ്ട് ഞാൻ നിങ്ങളുടെ കണ്ണട തിരിച്ചു കൊണ്ടുവന്നേക്കാം. സാർ ഇത് കണ്ടോ? സബാഷ് ഗോപാൽ, എനിക്ക് നിന്നിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. സാർ, ഞാൻ ഇപ്പുറത്താ. ഞാൻ ഇവിടെയാ നിൽക്കുന്നത്. മാധവ്, ആ മങ്കിന്റെ കയ്യിൽ നിന്നും നീ എങ്ങനെ കണ്ണട എടുക്കാൻ പോകുന്ന? നീ എന്താ പറയുന്നത്?
എടാ ഒരു കള്ളക്കൊരങ്ങന്റെ കഥ ഓർമ്മയില്ലേ? നമ്മൾ ചെയ്യുന്നതെല്ലാം മങ്കി കോപ്പി ചെയ്യുന്നുള്ള കാര്യം ഞാനിപ്പോ അതാ ചെയ്യാൻ പോകുന്നത്. നീ വെറുതെ ഒന്ന് കണ്ടുകൊണ്ട് നിക്കടാ. പെർഫെക്റ്റ്. ഇപ്പൊ പെട്ടെന്ന് താഴേക്കിട്ടെ കാണട്ടെ. ലക്കി പറയുന്നത് അല്ല, അത് ഞാൻ പറഞ്ഞു വന്നത് മങ്കി എന്താ പറയുന്ന വെച്ചാൽ ഇതിന്റെ മുത്തശ്ശന്റെ കാര്യത്തിലുള്ള ട്രിക്ക് ആണല്ലോ. പുതിയതായിട്ട് എന്തെങ്കിലും ആലോചിക്കാൻ പറയുക. മാധവ്, എടാ കൊരങ്ങൻ പോലും നിന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുക. എടാ ഇതൊന്നും നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഇനിയിപ്പൊ ഞാൻ കളമിറങ്ങി എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വാടാ ലക്ഷ്മണ. ഗോപു, എനിക്ക് വല്ലാതെ പേടിയാവുന്നു ഗോപു. എന്റെ ശരീരം മൊത്തം വിറയ്ക്കുക. Don't worry, ലക്ഷ്മൺ, നീ കൊരങ്ങന്റെ മാസ്ക് മാത്രം അണിഞ്ഞാ മതി. എടാ മാസ്ക് എന്തിനാണെങ്കിന്നേ? അത് ഇല്ലാതെ തന്നെ അവനെ കാണാൻ മങ്കി പോലെ തന്നെ ഉണ്ടടാ. ഗോപു, ആദ്യം ഇങ്ങോട്ട് നോക്ക്. അല്ല, നീ എന്താ പ്ലാൻ ചെയ്തിരിക്കുന്നെ? അതെന്നോട് പറയൂ ഗോപു, വേഗം പറ. ദേ നോക്ക് ലക്ഷ്മണ, കൊരങ്ങൻ നമ്മുടെ അടുത്തേക്ക് വരില്ല. പക്ഷെ കൊരങ്ങൻ കൊരങ്ങന്റെ അടുത്തേക്ക് വരില്ലോ. നീ ഇപ്പൊ കൊരങ്ങന്റെ വേഷം അണിഞ്ഞ് ആ കൊരങ്ങന്റെ മുന്നിലേക്ക് ചെല്ലണം. ചാൻസ് കിട്ടുമ്പോ ഞാൻ ആ കൊരങ്ങന്റെ അടുത്ത് നിന്നും ആ കണ്ണട തട്ടിപ്പറിച്ചേക്കാം. ഗോപു, നീ പറയുന്നത് കേൾക്കുമ്പോ എനിക്ക് ഇടിയും കൂടുതൽ പേടിയാവുന്നു. ഡോണ്ട് വറി ലക്ഷ്മണ. എടാ മനുഷ്യരൊക്കെ ഒരു കാലത്ത് കൊരങ്ങന്മാരായിരുന്നില്ലേ? മനസ്സിലായില്ലേ? പോ. എന്റെ കണ്ണട എനിക്ക് തിരിച്ചു കിട്ടിയിരിക്കുന്നു. സബാഷ് എന്റെ ടാലന്റഡ് ആയ കുട്ടികളെ, കൊള്ളാം. വെരി ഗുഡ്. കണ്ടോടാ കണ്ടോടാ, എന്റെ ലക്ഷ്മണൻ ആ കൊരങ്ങന്റെ കയ്യിൽ നിന്നും കണ്ണട തിരിച്ചെടുത്തത് കണ്ടില്ലേ? ലക്ഷ്മണൻ ആ മങ്കിയുടെ കയ്യിൽ നിന്ന് കണ്ണട കൊണ്ടുവന്നു. പക്ഷെ ആ മങ്കിയുടെ കയ്യിൽ നിന്ന് ലക്ഷ്മണനെ ആരാണ് രക്ഷിക്കാൻ പോകുന്നത്? രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. ഗോപു, വേഗം വന്നെ രക്ഷിക്കേ. പേടിക്കേണ്ടതാ ലക്ഷ്മണ, ഞാനിതാ വരുന്നു.